നമസ്കാരം, ഏവർക്കും സ്ക്രിബിൾസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ടെമ്പർ ടാൻട്രം. കൊച്ചുകുട്ടികളിൽ വാശി കാണാറുണ്ടല്ലേ നമ്മൾ, ദുശാഠ്യം, ദേഷ്യം ഒക്കെ അല്ലേ. പ്രത്യേകിച്ച് ടോഡ്ലേഴ്സിൽ, അതായത് 1 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഒരുപാട് കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ ടെമ്പർ ടാൻട്രം എന്ന് പറയുന്നത്. ഈ ടെമ്പർ ടാൻട്രത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ അതിനെ എങ്ങനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം എന്നിവയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 1 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പ്രത്യേകത എന്താണ്? അവർ സംസാരം തുടങ്ങുന്ന സമയമാണല്ലേ. അപ്പം ചെറിയ ചെറിയ വാക്കുകളായിരിക്കും ആദ്യം സംസാരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ സ്പീഡിൽ സെൻറ്റൻസുകൾ പറഞ്ഞു പോകുമ്പം കുട്ടികൾക്കത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം അവർ നടത്തുമെങ്കിലും അവർക്കത്ര പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ചില സമയത്ത് അവരുദ്ദേശിക്കുന്ന സാധനങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ദേഷ്യം ഉണ്ടാവും. ഒരു കുഞ്ഞിന് അവിടെ ഇരിക്കുന്നൊരു ടോയ് വേണമെങ്കിൽ അത് അതിൻ്റെ അമ്മയോട് പറയും, ഒന്നെങ്കിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. വേണം എന്നുള്ള വാക്കായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കിത് മനസ്സിലായില്ലെങ്കിൽ അമ്മ ആ ഒരു ടോയ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം അവിടെ കാണിച്ച് ആ കുട്ടിക്ക് ദേഷ്യമായിരിക്കും ഉണ്ടാവുന്നത്. കാരണം കുട്ടി ഉദ്ദേശിച്ച കാര്യം കിട്ടുന്നില്ല. അപ്പം അങ്ങനെയും കുട്ടികളിൽ ഈ വാശി ഉണ്ടാകാനുള്ളൊരു ചെറിയ കാരണമാണ്. പിന്നെ കുട്ടികളിൽ നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ, അവർ വളരെ ടയേർഡാണെങ്കിൽ, അതേപോലെ അവർക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ, അല്ലെ അവർക്ക് നല്ല വിശപ്പുള്ള സമയമാണെങ്കിലും ഒക്കെ ഈ ഒരു പിടിവാശി വളരെ കൂടുതലായിരിക്കും. നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ നല്ല വിശന്നിരിക്കുന്ന സമയം നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കണ്ണി കണ്ടവരൊക്കെ ദേഷ്യപ്പെടാനായിട്ട് തോന്നും അല്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ ഇങ്ങനെ മൂഡ് സെറ്റായിട്ട് അവിടെ പോയി ഇരിക്കുമ്പോഴേക്കും ചിക്കൻ ബിരിയാണി അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഓ മൂഡ് പോയെന്നല്ലേ. അതേപോലെ തന്നെ ഉള്ളൂ കൊച്ചു കുട്ടികൾക്കും. അവർക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ, അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് അവർക്കത് കിട്ടിയില്ലെങ്കിലും ഒക്കെ അവർക്ക് ഈ പിടിവാശിയും ദേഷ്യവും ഒക്കെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ കൊച്ചു കുട്ടികളിൽ പൊതുവേ ഈ പല്ല് തേക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കുളിക്കാനും ഒക്കെ അവർക്ക് മടി കൂടുതലാണ്. നമ്മൾ പെട്ടെന്നൊരു കാര്യം ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, തലേ ദിവസമേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്യണം. നാളെ രാവിലെ എഴുന്നേൽക്കണം കുഞ്ഞ്, ആദ്യം പല്ല് തേക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു റുട്ടീനായി മാറും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ചില കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ പോകാൻ പറ്റത്തില്ല. നമ്മൾ അമ്മമാരിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊച്ചിനെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുമ്പോഴേക്കുമായിരിക്കും ബിൽ കൗണ്ടറിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ നാണം കെടണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സാധനം മേടിച്ചു കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് അല്ലേ. ചില ഷോപ്പിൽ ഇങ്ങനെ ടോയ്സ് കിടക്കുന്ന കാണുമ്പോൾ അത് വേണം എന്ന് പറഞ്ഞ് ചില കുഞ്ഞുങ്ങളങ്ങ് ഉരുളാറുണ്ട് നിലത്തൊക്കെ കിടന്ന്. അവസാനം നമ്മൾ നാണക്കേട് പേടിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുക്കാറുമുണ്ട്. ചില കുഞ്ഞുങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താറുണ്ട്. അതായത് ഇളയ കുട്ടിയും കൂടെ വരുമ്പം, ചിലപ്പോൾ മൂത്ത കുട്ടിക്ക് ഒരു 3-4 വയസ്സേ കാണത്തുള്ളൂ, അപ്പോഴായിരിക്കും ഈ ഇളയ കുട്ടി വരുന്നത്. അപ്പം ഈ ലാളിക്കേണ്ട സമയത്ത് തന്നെ ഈ ചെറിയ കുട്ടി വരുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും, വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസും റിലേറ്റീവ്സും ഒക്കെ വന്ന് ഈ ചെറിയ കുഞ്ഞിനെ ലാളിക്കുന്ന കാണുമ്പം ഒരു വിഷമമോ ഒരു കുശുമ്പോ ഒക്കെ ഈ മൂത്ത കുട്ടിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെയും കൂടെ കൺസിഡർ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ചില ആൾക്കാർ വന്നിട്ട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കും മൂത്ത ആളുടെ അടുത്ത്. കണ്ടോ ഇളയ കുഞ്ഞ് വന്നു, ഇനി ഇളയ ആളെ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അവർക്കൊരു പ്രത്യേക സന്തോഷമാണ് അത്. ശരിക്കും ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ, ഈ മൂത്ത കുഞ്ഞും ചെറുതാണല്ലേ, അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്തുമാത്രം മുറിവ് അത് ഏൽപ്പിക്കുന്നു എന്ന് പല ആൾക്കാരും ചിന്തിക്കാറ് പോലുമില്ല. അതേപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ TV സീരിയൽസ് ഒക്കെ കാണുന്നവരുണ്ടാവും. അപ്പോൾ ഈ സംഭാഷണങ്ങളൊക്കെ ആദ്യം ക്യാച്ച് ചെയ്യുന്നത് ഈ കൊച്ചു കുട്ടികളായിരിക്കും. അതേപോലെ അച്ഛനും അമ്മയും വഴക്കിടുന്ന വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ദേഷ്യമെല്ലാം, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ അമ്മയുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഈ കുട്ടിയോടും തീർക്കാം. അപ്പോൾ ഈ കുട്ടിക്കും പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുകയാണ് വരുന്നത്. അതേപോലെ തന്നെ പിടിവാശി വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്. അതേപോലെ TV സീരിയൽസ് ഒക്കെ കാണുന്ന വീടുകളാണെന്നെങ്കിൽ പല വാക്കുകളും അല്ലെ ആ സംഭാഷണം അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ പകർത്തും. അതേപോലെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുകയാണ് എങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ഈ കുഞ്ഞിൻ്റെ മേൽ തീർക്കുന്ന പാരൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലെല്ലാം ഈ പിടിവാശി വളരെ കൂടുതലായിരിക്കും. ഇനി ഈ പിടിവാശിയെയും ഈ ദുശാഠ്യത്തിനെയൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? നമ്മൾ അമ്മമാർക്കും അച്ഛന്മാർക്കും തീർച്ചയായും ഇതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യമേ ഞാൻ പറഞ്ഞു, കൊച്ചുകുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായമാണ്. അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് ദേഷ്യം വരുമെന്ന്. അപ്പോൾ അവരുടെ ഭാഷ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ ശ്രദ്ധ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. 1 വയസ്സാവുമ്പോഴത്തേക്കും കുട്ടി സംസാരിച്ചു തുടങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ അവരുദ്ദേശിക്കുന്ന ടോയ്സ് അവർക്ക് വേണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ ചില പാരൻസ് എന്ത് ചെയ്യും?
നല്ലപോലെ വഴക്ക് പറയും. ഈ സമയത്ത് വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അല്ലേ. ഒന്നെങ്കിൽ ആ ടോയ് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മാറ്റുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവാം. ചിലപ്പോൾ ഗാർഡനിലേക്കൊക്കെ പോയിട്ട് നമുക്ക് പറയാം, ഫ്ലവേഴ്സൊക്കെ നമുക്ക് പറിച്ച് ഒരു ബാസ്ക്കറ്റിലാക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ അത്തപ്പൂക്കളം ഇടാം. അപ്പോൾ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുമ്പോഴത്തേക്കും അവർ പഴയ കാര്യങ്ങൾ അങ്ങ് മറന്നു പോകും. വാശി എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ്. അതൊരു പരിധിയിൽ കൂടുമ്പോൾ മാത്രം നമ്മളതിനെ കൺട്രോൾ ചെയ്താൽ മതി. അല്ലാത്തതെല്ലാം അവരുടെ കുസൃതികളാണ് അല്ലേ. അപ്പം ഈ ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞങ്ങ് ബഹളം വെക്കുകയാണ് എങ്കിൽ നമ്മൾ ഒട്ടും അവരെ ശ്രദ്ധിക്കരുത്. അതായത് നമ്മൾ ഇതൊക്കെ കാണാനുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണ് അവരുടെ ഡ്രാമ കൂടുന്നത്. കാരണം അവർക്ക് ശ്രദ്ധ കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്ക് നമ്മളെ നോവിക്കുക എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. അവർക്ക് ആ സാധനം വേണം. ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അവർ തറയിൽ കിടന്ന് ഉരുളുന്നത്, അതേപോലെ ബഹളം ഉണ്ടാക്കുന്നത്, വെകളിത്തരമൊക്കെ കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരത് വീണ്ടും കാണിക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ അത് ശ്രദ്ധിക്കാതിരിക്കണം, അത് മൈൻഡ് ചെയ്യാതിരിക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരെ നല്ല രീതിയിലൊന്ന് ഹഗ് ചെയ്യാം. ഈ ഹഗ്ഗിനൊരു പ്രത്യേക പവറുണ്ട്. എന്താണെന്നറിയാമോ? അവർ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിനെ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. അവരുടെ ലെവലിലേക്ക് നമ്മൾ കുനിഞ്ഞ് അവരെ ഒന്ന് ഹഗ് ചെയ്തിട്ട് പുതിയ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. ചുറ്റുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പാരൻസ് ചിലപ്പോൾ കുട്ടീനെ റെസ്ട്രിക്റ്റ് ചെയ്യും, ചോക്ലേറ്റ്സ് കഴിക്കരുത് എന്ന് പറഞ്ഞ്. ആ സമയത്ത് ചിലപ്പം ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ വന്നിട്ട് ഇച്ചിരി ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചോ എന്ന് കുട്ടീനെ സപ്പോർട്ട് ചെയ്യുമ്പം അവിടെ 2 ഗ്രൂപ്പാവുക ചെയ്യുന്നത്. അതായത് കുട്ടിക്ക് ആരെ അനുസരിക്കണം എന്ന് അറിയാൻ വയ്യായിക വരും. അതിനോടൊപ്പം കുട്ടിയുടെ ഈ ഒരു വാശിയെ സപ്പോർട്ട് ചെയ്യുന്നവരോടായിരിക്കും കുട്ടിക്ക് കൂടുതലായും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചോക്ലേറ്റ്സ് കഴിക്കരുതെന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കണം. അതേപോലെ കുഞ്ഞ് ദേഷ്യപ്പെടുമ്പം വാശി കാണിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വാശി എടുക്കുന്ന പേരൻസും ഉണ്ട്. കുഞ്ഞിങ്ങോട്ട് ദേഷ്യപ്പെടുന്നു, അതിൻ്റെ ഇരട്ടിയായിട്ട് ദേഷ്യപ്പെടുന്നു. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവും അവിടെ ഉണ്ടാവത്തില്ല. ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല. ചില ആൾക്കാർ ശാപ വർത്താനങ്ങളൊക്കെ പറയും കുഞ്ഞിൻ്റെ അടുത്ത്. നീ നന്നാവത്തില്ലടാ, നീ ഇങ്ങനെ ആവത്തുള്ളൂ. ഈ പൊടി കുഞ്ഞിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് അത് തങ്ങി നിൽക്കത്തേ ഉള്ളൂ. അപ്പം അവരിങ്ങോട്ട് വാശി കാണിക്കുന്ന സമയത്ത് നമ്മൾ പാരൻസ് അതിൻ്റെ ഇരട്ടി വാശി കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളും മനുഷ്യരാണല്ലേ. ഈ പിള്ളേരെ വാശി കാണിക്കുന്ന സമയത്ത് നമുക്കും ദേഷ്യം വരും. നമ്മൾ മനുഷ്യരാണ് അല്ലേ. അപ്പം നമുക്ക് ആ സമയത്ത് എങ്ങനെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? നമുക്ക് ഡീപ്പ് ബ്രെത്ത് എടുക്കാം. ദേഷ്യത്തിനെ കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ഡീപ്പ് ബ്രെത്ത് എടുത്താൽ. അതേപോലെ തന്നെ ബാക്ക് കൗണ്ട് ചെയ്യുന്നത് നല്ലതാണ്. 100 ഇങ്ങനെ മൈനസ് ചെയ്ത് നമുക്കറിയാം പർപ്പസ്ഫുള്ളി നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ദേഷ്യം ആ ഒരു സമയത്ത് കൺട്രോൾ ചെയ്യണം. എല്ലാ കാര്യങ്ങളിലും ചിട്ടയായ ആസൂത്രണം ഉള്ളത് വളരെ നല്ലതാണ്. കൊച്ചു കുട്ടികളുടെ കാര്യത്തിൽ തന്നെ രാവിലെ ഇപ്പം 7 മണിക്കാണെങ്കിൽ 7 മണിക്ക് എഴുന്നേൽപ്പിക്കുക, ഉടനെ തന്നെ അവരെ ബാത്റൂമിലേക്ക് വിടുക, അതേപോലെ പല്ല് തേപ്പിക്കുക, കുളിക്കാനൊരു സമയം, കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു സമയം, ലഞ്ച് കഴിക്കാനൊരു സമയം. ഇങ്ങനെയാണ് എങ്കിൽ അവർക്ക് വിശന്ന് അവർ കരയുകയോ പിടിവാശി കാണിക്കുകയോ ചെയ്യത്തില്ല. കാരണം എന്താ? ഒരു റുട്ടീൻ ഉണ്ടല്ലേ. ഒരു 11:30 ഒക്കെ ആവുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അവർക്കുള്ളൊരു വിശപ്പ് മാറും. അത് കഴിയുമ്പോൾ വീണ്ടും 1 മണിയാവുമ്പോഴത്തേക്കോ അല്ലെ 12:30 ആവുമ്പോഴേക്കോ ചോറും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ അവരെ ഉച്ചയ്ക്കൊന്ന് കിടത്തി ഉറക്കുക. അതിനുശേഷം അവർ ഫ്രഷായി എഴുന്നേറ്റ് വരും. ഈ ഉച്ചയ്ക്ക് ചില സമയത്ത് ഉറങ്ങാത്ത കേസുകളിലൊക്കെ ആയിരിക്കാം നല്ല രീതിയിലുള്ള ബഹളങ്ങളും കാര്യങ്ങളും വീട്ടിലുണ്ടാവുന്നത്. അപ്പം ഈ ഉറക്കമില്ലായ്മ, അതേപോലെ തന്നെ ഭക്ഷണം ഇങ്ങനെ കൃത്യമായ സമയത്തല്ല കൊടുക്കുന്നതെങ്കിലും ഒക്കെ ഈ പിടിവാശി വരും. അപ്പം ഇതൊരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ പോകുകയാണെങ്കിൽ നമുക്കും ഈസിയാണ്, കുട്ടികൾക്കും ആ ട്രാക്കിലേക്ക് എത്താൻ പറ്റും. അതേപോലെ ചില കുഞ്ഞുങ്ങൾ അവർ പറയുന്ന ഡ്രസ്സ് മാത്രമേ ഇടത്തുള്ളൂ. അതേ നിർബന്ധം തന്നെ പേരൻസിനും ഉണ്ടാവും. അവർ പറയുന്ന ഡ്രസ്സ് മാത്രം കുഞ്ഞിട്ടാൽ മതിയെന്ന്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഏറ്റവും നല്ല 2 ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് പാരൻസിന് കുട്ടിയുടെ അടുത്ത് ചോദിക്കാം, ഈ 2 എണ്ണത്തിൽ ഏതാ കുഞ്ഞിനിടാൻ വേണ്ടത്? അപ്പോൾ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചു അല്ലേ. ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ചു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. ഇതിലേതാ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ കുഞ്ഞ് ആ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും. അപ്പോൾ അവർ ഹാപ്പി ആവും, പാരൻസും ഹാപ്പി ആവും. അതേപോലെ ഇളയ കുട്ടി ഉണ്ടാവുന്ന സമയത്ത്
മൂത്ത കുട്ടിയോട് ഒരു അവോയ്ഡൻസ് കാണിക്കാറുണ്ട് ചില ആൾക്കാർ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അവരെയും കൂടെ ചേർത്ത് പിടിക്കണം. വരുന്ന റിലേറ്റീവ്സ് ആരെങ്കിലും ഈ മൂത്ത കുഞ്ഞിൻ്റെ അടുത്ത് ചൊറിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന്. അതേപോലെ തന്നെ കൊച്ചു കുഞ്ഞ് വരുന്ന സമയത്ത്, ഇളയ കുഞ്ഞ് വരുമ്പോൾ മൂത്ത കുഞ്ഞിനോട് പറയാം, നമ്മൾ രണ്ടുപേരും കൂടെ വേണം ഇനി കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ. ഇതേ നോക്കിക്കേ, കൊച്ചു കുഞ്ഞിന് ഏതുടുപ്പ് സെലക്ട് ചെയ്യണം, മോള് പറ അല്ലെ മോൻ പറ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു പരിഗണന കൊടുക്കണം. അതേപോലെ ഈ ചെറിയ കുട്ടീനെ ഒരുക്കാനും കാര്യങ്ങൾക്കുമൊക്കെ ഈ മൂത്ത കുട്ടീനെയും കൂടെ കൂട്ടണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങൾ പിടിവാശിയൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, ഇന്ന് നീ നല്ല കുട്ടിയായിട്ടിരുന്നു, ഇന്ന് നീ ടോയ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നിട്ടും നീ ടോയ് വേണം എന്ന് പറഞ്ഞില്ല, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ കുട്ടിക്കൊരു ഫീലിംഗ് ഉണ്ടാവും, എന്താ, ഓ ഞാനെന്തോ വലിയ കാര്യം ചെയ്തു എന്ന്. ആ ഒരു ഫീലിംഗ് കുട്ടിക്ക് ഉണ്ടാവണം. വേണമെങ്കിൽ ചെറിയ ഗിഫ്റ്റായിട്ട് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ. മോള് ആ ടോയ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അത് വേണം എന്ന് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞ് നീ ബഹളം വെച്ചില്ലല്ലോ, അതുകൊണ്ട് അമ്മ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ചെറിയ സമ്മാനം കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാം. കൊച്ചുകുട്ടികളിൽ കുസൃതി വളരെ കോമൺ ആണ് അല്ലേ? കാരണം കുസൃതി ഇല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെ എന്തിനു കൊള്ളാം? അവർക്ക് കുസൃതി വേണം, അവരുടെ കുസൃതിയാണ് ഏറ്റവും ഭംഗി. പക്ഷെ അത് അതിര് വിട്ടു പോകുമ്പോഴേക്കുമാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, അവരുടെ പിടിവാശി കൺട്രോൾഡ് ആവുന്നുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായും അവരെ അഭിനന്ദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അവരെ നല്ലൊരു കുട്ടിയായി വളർത്താനായിട്ട് നമ്മളെല്ലാവരും എഫേർട്ട് എടുക്കണം. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻറ്റായി കൊടുക്കണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും വേണം. വീണ്ടും ഒരു പുതിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണുന്നത് വരെ നന്ദി.